നമസ്കാരം. നമ്മുടെ കേരളത്തിൽ നിന്നും തഞ്ചാവൂരിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരേ ഒരു ട്രെയിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും ഞാൻ പറയുന്നുണ്ട്. മാത്രമല്ല ട്രെയിൻ സ്റ്റേഷൻസുകളിൽ എത്തിച്ചേരുന്ന സമയവും തിരിച്ചും നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്ന സമയവും എല്ലാം വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്നത്. കൂടാതെ ടിക്കറ്റ് ചാർജും പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും എനിക്ക് തരുന്നതാണെങ്കിൽ ഒരു ലൈക്ക് എന്ന് സഹായിക്കണേ. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും നമുക്ക് വേണം. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്കും തിരുപ്പതിയിലേക്കും പഴനിയിലേക്കും വേളാങ്കണ്ണിയിലേക്കും അജ്മീറിലേക്കും പോകാൻ സാധിക്കുന്ന ട്രെയിനുകളെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ പാർട്ടായിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മലയാളി ട്രെയിൻ ബ്ലോഗർ എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ ഒന്ന് ജസ്റ്റ് കയറി ഒന്ന് ചെക്ക് ചെയ്തിരുന്നാൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോകളെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് പോകുന്ന ട്രെയിനുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും എന്നെ ഒന്ന് കമൻ്റായി അറിയിച്ചാൽ മതി, ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, ഇതാണ് കേരളത്തിൽ നിന്ന് നമുക്ക് തഞ്ചാവൂരിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരേ ഒരു ട്രെയിൻ നമ്പർ 16188 കാരയ്ക്കൽ എക്സ്പ്രസ്. ആദ്യം ഈ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് പറയാം. ഈ ട്രെയിൻ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ്. ഈ ട്രെയിൻ ആരംഭിക്കുന്നത് എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ്. അതായത് നമ്മുടെ എറണാകുളം സൗത്ത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എല്ലാ ദിവസവും രാത്രി 10:25 എടുക്കുന്ന ട്രെയിൻ ഏകദേശം 592 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് അടുത്ത ദിവസം രാവിലെ ഒരു 11:45 കാരയ്ക്കൽ വരെ സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൽ നമുക്ക് കേരളത്തിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണെന്ന് പറയാം. രാത്രി 10:25 എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം രാവിലെ 9 മണിയോടുകൂടി തഞ്ചാവൂർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്. നിങ്ങൾ തഞ്ചാവൂർ ജംഗ്ഷൻ, നമ്മൾ തഞ്ചാവൂരിലേക്ക് മെയിനായിട്ട് പോകുന്ന മെയിൻ കാരണം നമ്മുടെ ക്ഷേത്രം ബിഗ് ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തഞ്ചാവൂരിലേക്ക് യാത്ര. അപ്പോൾ തഞ്ചാവൂരിൽ രാവിലെ 9 മണിക്ക് എത്തുന്ന ട്രെയിനിൽ നിങ്ങൾക്ക് വളരെ നിയറസ്റ്റ് ആയിട്ട് തന്നെ വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ ക്ഷേത്രത്തിലേക്ക്. പിന്നെ ആദ്യമായിട്ട് പോകുന്നവർക്ക് ചെറിയ ഒരു ദൂരവും കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നും. എന്നിരുന്നാലും വലിയ ദൂരമൊന്നുമില്ല. പിന്നെ തഞ്ചാവൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് നമുക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ട് കാണത്തില്ല. ഇപ്പോൾ ATM ആയിക്കോട്ടെ, ബാങ്ക് ആയിക്കോട്ടെ, വെജിറ്റേറിയൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഹോട്ടലുകളായിക്കോട്ടെ, താമസ സൗകര്യത്തിനുള്ള ലോഡ്ജുകളായിക്കോട്ടെ, അത് ലോ ബഡ്ജറ്റ് ആണെങ്കിലും ഹൈ ബഡ്ജറ്റ് ആണെങ്കിലും നമുക്ക് താങ്ങാനാവുന്ന രീതിയിൽ തന്നെ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് തന്നെ എല്ലാം ഉണ്ട്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ, അതായത് നമുക്ക് കേരളത്തിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റിയൊരു ട്രെയിനുമാണ്. നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്ത് വരാൻ പറ്റിയൊരു സ്ഥലവും കൂടിയാണ് നമ്മുടെ തഞ്ചാവൂർ എന്ന് പറയുന്ന സ്ഥലം. അപ്പം ഈ ഒരു ട്രെയിൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഇതേ ട്രെയിൻ നമ്പർ 16187 ആയിട്ട് തിരിച്ചും സർവീസ് ഉണ്ട്. അത് 4:30 എല്ലാ ദിവസവും കാരയ്ക്കൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 6:30 തഞ്ചാവൂരിലേക്കും അടുത്ത ദിവസം രാവിലെ 6:45 എറണാകുളം ജംഗ്ഷനിലേക്കും എത്തിച്ചേരുന്നതാണ്. ഇതാണ് ഈ ട്രെയിനിൻ്റെ ഒരു ഡീറ്റെയിൽസ്. ഇനി ഈ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തുന്ന സ്റ്റേഷൻസിൻ്റെ സമയം, അതായത് നിർത്തുന്ന സ്റ്റേഷൻസിൽ എത്തിച്ചേരുന്ന സമയവും ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതാണ്. അതിനു മുമ്പ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ട്രെയിന് തഞ്ചാവൂർ വരെ ടിക്കറ്റ് ചാർജ് എത്രയാണെന്ന് ഞാൻ പറയാം. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് തഞ്ചാവൂർ വരെ ഒരാൾക്ക് സ്ലീപ്പറിന് വരുന്നത് 295 രൂപയും, തേർഡ് AC വരുന്നത് 790 രൂപയും, സെക്കൻഡ് AC വരുന്നത് 1120 രൂപയാണ്. ജനറലിൽ ഞാൻ വിട്ടുപോയതല്ല, പറയും. ജനറലിന് വരുന്നത് 185 രൂപയാണ് ജനറൽ ടിക്കറ്റ് ചാർജ് കേട്ടോ. അപ്പം ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ ട്രെയിനിൻ്റെ സമയവും ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും ഒന്ന് മുഴുവനായി പരിചയപ്പെടാം. അപ്പോൾ അങ്ങോട്ട്, അതായത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് 10:25 എടുക്കുന്ന ട്രെയിന് പിന്നെ 10:30 സ്റ്റോപ്പുള്ളത് എറണാകുളം ടൗണിലാണ്. എറണാകുളം ടൗൺ കഴിഞ്ഞാൽ 10:45 ഇടപ്പള്ളിയിലേക്ക് നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പുണ്ട്. ശേഷം 11:05 ആലുവയിൽ നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പുണ്ട്. ശേഷം 11:15 അങ്കമാലിയിൽ സ്റ്റോപ്പുണ്ട്. 11:30 ചാലക്കുടിയിൽ സ്റ്റോപ്പുണ്ട്. 11:35 ഇരിങ്ങാലക്കുട സ്റ്റോപ്പുണ്ട്. പിന്നെ അടുത്ത ദിവസമായി ഡേ 2 അർദ്ധരാത്രി 12:12 എന്ന് പറയാം. ഞാൻ വെളുപ്പിനെ എന്ന് പറഞ്ഞ് ശീലിച്ചത് കൊണ്ട് അതൊരു തെറ്റിദ്ധാരണയാണെന്ന് എനിക്കൊരു കമൻറ്റ് ബോക്സിലൂടെ കിട്ടി. അതുകൊണ്ട് ഞാൻ അർദ്ധരാത്രി 12:12 എന്ന് പറയുകയാണ്. അടുത്ത ദിവസം തൃശ്ശൂരെത്തും. ശേഷം 1:37 പാലക്കാട് ജംഗ്ഷൻ. ഇത്രയും സ്റ്റേഷൻസിലാണ് നമ്മുടെ ഈ ട്രെയിന് കേരളത്തിൽ സ്റ്റോപ്പുള്ളത്. പാലക്കാട് ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ വെളുപ്പിനെ 3:15 കോയമ്പത്തൂർ ജംഗ്ഷനിൽ നമ്മുടെ ട്രെയിൻ എത്തും. ശേഷം 4 മണിക്ക് തിരുപ്പൂരും
4:50 ഈറോഡ് ജംഗ്ഷനും 5:34 കൊടുമുടി ജംഗ്ഷൻ അല്ല കൊടുമുടി സ്റ്റേഷനിലും 5:55 പുകലൂർ സ്റ്റേഷനിലും 6:20 കരൂർ ജംഗ്ഷനിലും 6:54 കുളിത്തലൈ എന്ന് പറയുന്ന സ്റ്റേഷനിലും 7:43 രാവിലെ 7:43 നമ്മുടെ തിരുച്ചിറപ്പള്ളി കോട്ടയിലേക്കും 7:55 തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലേക്കും 8:35 ബുഡലൂറും 8:53 നമ്മുടെ ഡെസ്റ്റിനേഷനായ തഞ്ചാവൂർ ജംഗ്ഷനിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. ശേഷം 9:30 നിടമംഗലം ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ, 10 മണിക്ക് തിരുവാരൂർ ജംഗ്ഷൻ, അടുത്ത സ്റ്റേഷൻ ശ്രദ്ധിച്ചോണം 10:30 നാഗപട്ടണം ജംഗ്ഷൻ. ഈ ഒരു ജംഗ്ഷൻ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയാൻ കാരണം കേരളത്തിൽ നിന്ന് നമുക്ക് വേളാങ്കണ്ണിയിലേക്ക് പോകാൻ സാധിക്കുന്ന നല്ലൊരു ട്രെയിൻ കൂടിയാണിത്. കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണി പോകാൻ സാധിക്കുന്ന ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ ചെയ്തപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു വീഡിയോയിലും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നാഗപട്ടണത്ത് നിർത്തുന്ന ഈ ട്രെയിനും നമുക്ക് കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോകാൻ സാധിക്കും. പിന്നെ ഇതിന് ഈ ട്രെയിൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് വേളാങ്കണ്ണിയിലേക്ക് സ്റ്റോപ്പ് ഇല്ലെങ്കിൽ പോലും ഇതെല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ എറണാകുളത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോകുന്ന ട്രെയിനുണ്ട്. അത് പക്ഷേ അത് ഡയറക്റ്റ് വേളാങ്കണ്ണി വരെ പോകുന്നത് ആഴ്ചയിൽ 2 ദിവസമേ ഉള്ളൂ. ഇത് വേളാങ്കണ്ണിക്ക് തൊട്ട് മുമ്പുള്ള നാഗപട്ടണം ജംഗ്ഷൻ വരെ സർവീസ് നടത്തുന്നുണ്ട്. പിന്നെ എല്ലാ ദിവസവും സർവീസ് നടത്തുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നാഗപട്ടണം ജംഗ്ഷനത്തിൽ രാവിലെ 10:30 എത്തുന്ന ട്രെയിന്, പിന്നെ 10:50 നാഗോറാണ് സ്റ്റോപ്പ് ഉള്ളത്, പിന്നെ 11:45 കാരയ്ക്കൽ നമ്മുടെ ഈ ട്രെയിൻ എത്തിച്ചേരും. ഇതാണ് ഈ ട്രെയിനിൻ്റെ അങ്ങോട്ട്, അതായത് കേരളത്തിൽ നിന്ന് ആരംഭിച്ച് കാരയ്ക്കൽ വരെ പോകുമ്പോഴത്തേക്കുള്ള സ്റ്റേഷൻസിൽ എത്തിച്ചേരുന്ന സമയം ഇന്ത്യൻ റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്നത്. സമയത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരാം. പിന്നെ നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് ടിക്കറ്റ് കിട്ടാൻ വലിയ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഡെയിലി സർവീസ് നടന്ന ട്രെയിൻ ആണെങ്കിലും ഇപ്പോൾ ആദ്യത്തെ ഒരു 3-4 ദിവസം വെയിറ്റിംഗ് ലിസ്റ്റൊക്കെ ആണെങ്കിലും നമുക്കിപ്പം ഒരു 50, 55, 30, 35 വെയിറ്റ് ലിസ്റ്റ് കിടക്കുകയാണെങ്കിലും സമയമാകുമ്പോൾ ടിക്കറ്റ് കൺഫേം ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറയാം, ഒരു ചാൻസ് കൂടുതലാണ്. പിന്നെ അല്ലാതെ നമുക്ക് അവൈലബിൾ ആയിട്ടും ടിക്കറ്റ് കിട്ടാൻ ചാൻസ് ആണ്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് തഞ്ചാവൂരിലേക്ക് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു യാത്ര തന്നെ ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഈ ഒരു ട്രെയിൻ ഉപയോഗിക്കാൻ ശ്രമിക്കുക. തഞ്ചാവൂരിലേക്ക് പോകാനുള്ള ആഗ്രഹം സഫലമാക്കുക. ബിഗ് ടെമ്പിൾ കണ്ടിട്ട് വരിക. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് അമ്പലങ്ങളൊക്കെ അവിടെയും ഉണ്ട്. മാരിയമ്മൻ കോവിൽ എന്നൊക്കെ പറയുന്ന ഒരു ക്ഷേത്രം തഞ്ചാവൂരിൻ്റെ അടുത്തു നിന്നായിട്ട് തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുനിന്ന് ഒരു 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതും നല്ലൊരു ക്ഷേത്രമാണ്. ദർശനം നടത്തിയിട്ട് വന്നു കഴിഞ്ഞാൽ അതും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു 2 അമ്പലമൊക്കെ ദർശനം നടത്തി തഞ്ചാവൂരിൽ ഒരു ദിവസം നിന്ന് അടുത്ത ദിവസം ഇതേ ട്രെയിനിൽ തന്നെ വരാനുള്ളൊരു യാത്ര നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്കത് കൈകാര്യം ചെയ്യാവുന്നതൊന്ന് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നമുക്ക് ഈ ട്രെയിൻ തിരിച്ചു വരുമ്പോൾ ഉള്ള ഒരു സമയവും സ്റ്റേഷൻസിൽ എത്തിച്ചേരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. തിരിച്ച് ഈ ട്രെയിൻ സർവീസ് നടത്തുമ്പോൾ 161:87 ആയിട്ടാണല്ലോ. അപ്പോൾ നമ്മുടെ കാരയ്ക്കൽ നിന്ന് എടുക്കുന്നത് വൈകുന്നേരം 4:30-ക്കാണ്. ശേഷം നാഗോറിലേക്ക് എത്തിച്ചേരുന്നത് 4:50-നും 5:05 വൈകിട്ട് നാഗപട്ടണം ജംഗ്ഷനിലേക്കും ട്രെയിൻ എത്തിച്ചേരും. ശേഷം 5:30 തിരുവാരൂർ ജംഗ്ഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. 6 മണിയോടുകൂടി നിടമംഗലം ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും. 6:30 നമ്മുടെ തഞ്ചാവൂർ ജംഗ്ഷൻ, വൈകുന്നേരം 6:30 നമ്മുടെ തഞ്ചാവൂർ ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. ശേഷം 6:45 ബുഡലൂർ സ്റ്റേഷനിലേക്കും 7:50 രാത്രി 7:50 തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലേക്കും 8:10 തിരുച്ചിറപ്പള്ളി കോട്ടയിലേക്കും 8:50 കുളിത്തലയായിക്കും 9:30 കരൂർ ജംഗ്ഷനും 9:54 പുകലൂരും രാത്രി 10:55 ഈറോഡ് ജംഗ്ഷനും 11:35 ഉദരുകുലിയും 11:53 തിരുപ്പൂരും പിന്നെ അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. അർദ്ധരാത്രി 1:20 കോയമ്പത്തൂർ ജംഗ്ഷനും വെളുപ്പിനെ 3:07 പാലക്കാട് ജംഗ്ഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിച്ചേർന്നത്. അതായത് കേരളം തുടങ്ങിയിരിക്കുകയാണ്. അടുത്ത ദിവസം വെളുപ്പിനെ 3:07 പാലക്കാട് ജംഗ്ഷൻ ആകുമ്പോഴത്തേക്കും നമ്മുടെ കേരളം തുടങ്ങി. ശേഷം 4:05 വടക്കാഞ്ചേരിയിലും 4:25 തൃശ്ശൂരും 4:56 ഇരിങ്ങാലക്കുടയും 5:05 ചാലക്കുടിയും 5:30 അങ്കമാലിയും 5:38 ആലുവയും 5:54 ഇടപ്പള്ളിയും 6:08 എറണാകുളം ടൗണും 6:45 എറണാകുളം ജംഗ്ഷനിലേക്കും നമ്മുടെ ട്രെയിൻ എത്തിച്ചേരും. ഇതാണ് ഈ ട്രെയിനിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസും ട്രെയിൻ സ്റ്റേഷൻസിൽ എത്തിച്ചേരുന്ന സമയവും. നിങ്ങൾക്കിത് ഫുള്ളും കംപ്ലീറ്റ്ലി മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ വടക്കാഞ്ചേരി സ്റ്റോപ്പില്ല, പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ട്രെയിൻ വടക്കാഞ്ചേരിയിൽ സ്റ്റോപ്പുണ്ട്. അതെന്താണെന്ന് എനിക്കും അറിയത്തില്ല. അറിയാവുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുമാത്രവുമല്ല, ഈ ട്രെയിനിൽ തഞ്ചാവൂരിലേക്ക് പോയതാണെങ്കിലും
നാഗപട്ടണത്തേക്ക് പോയാലാണെങ്കിലും ഇത് കാരയ്ക്കൽ പോയവരുണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ കാരയ്ക്കൽ എക്സ്പ്രസ്സിൽ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ജില്ലക്കാർക്കും തഞ്ചാവൂരിലേക്ക് വളരെ ചിലവ് കുറച്ച് പോകണമെങ്കിൽ നമ്മൾ ആദ്യം പിടിക്കേണ്ടത് എറണാകുളം ജംഗ്ഷനിലാണ്. മനസ്സിലായില്ലേ? ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മുടെ പുനലൂർ, ആലപ്പുഴ, കോട്ടയം, തിരുവനന്തപുരം അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ട്, കൊല്ലം, ഇങ്ങോട്ടൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ എറണാകുളം ജംഗ്ഷൻ വന്ന് ഈ ട്രെയിൻ പിടിച്ചാലേ തഞ്ചാവൂരിലേക്ക് പോയി വരാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ ഉറപ്പായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് എപ്പോഴും തരണമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വ്ളോഗും ഇടും, ഇടയ്ക്കിടയ്ക്ക് തന്നെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ഇടും. ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റത്തില്ല ഗൈസ് എന്ന് ഞാൻ വിളിക്കുന്നില്ല. പല പരിധിയിലുള്ള ആൾക്കാരുണ്ടായതുകൊണ്ട് എല്ലാവരെയും ഫ്രണ്ട്സ് എന്ന് ഞാൻ വിളിക്കുകയാണ്. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും എൻ്റെ ഈ ഒരു സ്വഭാവം അക്സെപ്റ്റ് ചെയ്യണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. കാരണം എനിക്ക് സ്ഥിരമായി വീഡിയോ ഇടാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അഥവാ സ്ഥിരമായി ഇടുമെങ്കിലും ഇതേ കണക്കത്തുള്ള ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും പിന്നെ നമ്മുടെ ട്രെയിൻ യാത്രകളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രെയിനിലെ യാത്രകളുമായിരിക്കും ഞാൻ വ്ളോഗായിട്ട് ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് എപ്പോഴും വേണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ വ്ളോഗ് വൈൻഡിങ് അപ്പ്. ബൈ 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 ബൈ.